റഫീഖ്, ഇപ്പോൾ ഈ അപകടമുണ്ടായ സ്ഥലത്താണ് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ എങ്ങനെയാണ്, എപ്പോഴാണ് ഈ അപകടമുണ്ടായത് എന്നുള്ള കാര്യത്തിൽ എന്തൊരു വ്യക്തതയുണ്ടോ? അവിടെയുള്ള ആളുകളുമായി സംസാരിക്കുമ്പോൾ ദൃക്സാക്ഷികളോ മറ്റോ ഉണ്ടോ? നമ്മള് ഇവിടെ ഈ അപകടം സംഭവിച്ച ഉടനെ തന്നെ നമ്മൾ ഈ സൈറ്റിൽ എത്തിയിട്ടുണ്ട്. ഇത് ആനക്കാമ്പോയിൽ നിന്നും മലയോര മേഖലയായ ആനക്കാമ്പോയിൽ നിന്നും മുക്കം ഭാഗത്തേക്ക് പോകുന്ന KSRTC ആണ്. ഇന്ന് 2 മണിയോട് കൂടിയിട്ടാണ് ഇത് കാളിയാമ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത്, ഒരു വീതി കുറഞ്ഞ സ്ഥലത്ത് ഒരു കലിങ്കാണ്. ശരിക്കും റോഡിന്റെ ഒരു ഭാഗത്ത് ഇടിഞ്ഞ്, അത് വണ്ടി സൈഡ് കൊടുത്തപ്പോൾ ഇടിഞ്ഞു പോയതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു ഭാഗം ഇടിഞ്ഞിട്ട് നേരെ ഈ ഒരു പുഴയിലേക്ക് മറിയുകയാണ് ഉണ്ടായിട്ടുള്ളത്. റഫീഖ്, ആരും മരണപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പിക്കാമോ ഈ ഒരു സാഹചര്യത്തിൽ? നിലവിൽ കിട്ടുന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഒരു സ്ത്രീ മരണപ്പെട്ടു എന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട്. ആനക്കാമ്പോയിൽ നിന്ന് ഈ ഇതിൽ യാത്രയിലുണ്ടായിരുന്ന കിട്ടുന്നുണ്ട്. അതിന്റെ സ്ഥിരീകരണം നമുക്ക് വരുന്നേ ഉള്ളൂ. നിലവിൽ ഇവിടെ നാട്ടുകാരൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് മരണം സംഭവിച്ചിട്ടുണ്ട് എന്നാണ്. ഒരു സ്ത്രീ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് ഉടനെ തന്നെ കൺഫേം ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിലവിൽ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ള ആളുകളുടെ ആരോഗ്യനില എങ്ങനെയാണ്? ഗുരുതരാവസ്ഥയിലാണോ അവരെ ആശുപത്രികളിലേക്ക് എത്തിച്ചത്? നിലവിൽ ഈ ലിസ ഹോസ്പിറ്റലിലാണ്. പിന്നെ ആദ്യം ഇവിടുന്ന് തൊട്ടടുത്ത ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് തിരുവമ്പാടിയിലെ സ്വകാര്യ ആശുപത്രി ലിസ ഹോസ്പിറ്റലാണുള്ളത്. അവിടെ അവർക്ക് എടുക്കാൻ പറ്റുന്ന കേസ് എടുത്തിട്ട് മറ്റ് ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്താണ് ചെയ്തിട്ടുള്ളത്. നിലവിൽ പലർക്കും തലയ്ക്കും അതുപോലെ നല്ല ഗുരുതര പരിക്കുള്ള ഒരുപാട് പേരുണ്ട്. നിലവിൽ വേറെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. കാരണം മറ്റ് ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോയിട്ടുണ്ട്. അവരുടെ അവസ്ഥ എന്താണെന്നുള്ളത് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ശരി, നന്ദി ശ്രീ റഫീഖ് തോട്ടുമുക്കം പ്രതികരിച്ചതിന്. അദ്ദേഹം അവിടെ തന്നെ ആ സംഭവ സ്ഥലത്ത് തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങളൊക്കെ നൽകുകയുണ്ടായി. ഈ പാലത്തിലെ സൈഡിലേക്ക് കൂടി ചേർന്നുള്ള ഈ കലുങ്കിലേക്ക് കടക്കുകയായിരുന്നു, അല്ലെങ്കിൽ അതുവഴി പുഴയിലേക്ക് വീഴുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. നിലവിലിപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരാൾ, ഈ അപകടത്തിൽ ഒരു സ്ത്രീ മരണപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. കൃത്യമായൊരു സ്ഥിരീകരണം വിഷയവുമായി ബന്ധപ്പെട്ട് വരേണ്ടതുണ്ട്. ഒരുപാട് യാത്രക്കാർ വാഹനത്തിൽ, ഈ ബസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പരിക്കേറ്റവരൊക്കെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അവിടെ നിന്നുള്ള കൃത്യമായ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. ഉച്ചയോടുകൂടിയാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത്. എന്നാൽ അപ്പോൾ തന്നെ നാട്ടുകാരുടെയൊക്കെ സംയോജിതമായ ഇടപെടൽ ഉണ്ടായിരുന്നു. രക്ഷാപ്രവർത്തനത്തിലേക്ക് ഉടൻ തന്നെ കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് പിന്നീട് ശേഷം പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ എത്തുകയായിരുന്നു. ഇപ്പോഴവിടെ നിന്ന് ഈ വാഹനം പുഴയിൽ നിന്ന് പുറത്തേക്കെടുക്കാനുള്ള ശ്രമങ്ങൾ അവിടെ തുടരുകയാണ് എന്ന് മനസ്സിലാക്കുന്നു.